ഹലോ നമസ്കാരം, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്ന് വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന, അധികം പൈസ ചിലവൊന്നും ഇല്ലാത്ത നല്ല ക്ലീനിങ് ടിപ്സാണ് കേട്ടോ പറയുന്നത്. അതും വീട് മൊത്തം വെട്ടിത്തിളങ്ങാനായിട്ട്, ബാത്റൂം ആകട്ടെ, കിച്ചൺ ആകട്ടെ, തുരുമ്പ് പിടിച്ച പാത്രങ്ങളാകട്ടെ, തറയാവട്ടെ, എല്ലാം വെട്ടിത്തിളങ്ങാനായിട്ടുള്ള ടിപ്സുകളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വെറും 2 തുള്ളി ഉജാല ഉണ്ടെന്നുണ്ടെങ്കിൽ ഒത്തിരി പൈസ കൊടുത്ത് സാധാരണ വാങ്ങുന്ന സൊല്യൂഷൻസോ ആർപിക്കോ ക്ലീനിങ് ലിക്വിഡോ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. പൈസ മുടക്കില്ലാതെ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക. ഒട്ടും തന്നെ സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോകാം. If you are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. ഇന്ന് ഞാൻ ആദ്യം കാണിക്കുന്നത് ഉജാല ഉപയോഗിച്ച് ബാത്റൂമും ക്ലോസറ്റും അതുപോലെ വാഷിംഗ് ടബും ഒക്കെ എങ്ങനെയാണ് വൃത്തിയാക്കിയെടുക്കുന്നത്. കൂട്ടത്തിൽ തന്നെ നമ്മൾ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന മഞ്ഞക്കറയൊക്കെ പിടിച്ചിട്ടുള്ള പാത്രങ്ങൾ, പ്ലാസ്റ്റിക് കപ്പുകൾ, ഇതെല്ലാം നമുക്ക് ഈ ഒരൊറ്റ മെത്തേഡിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വെള്ള ക്ലോസറ്റുകളാവട്ടെ, വാഷ് ബേസിനാവട്ടെ, നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പഴയൊരു സ്ക്രബ്ബറിലേക്ക് ഞാൻ അല്പം ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ഞാനിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 തുള്ളി ഉജാല ചേർത്തിട്ട് നമുക്കതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ വേണ്ടത്. ഒത്തിരിയൊന്നും ആയാസപ്പെടാതെ വെറും ഒരു പഴയ സ്ക്രബ്ബർ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ വാഷ് ബേസിനും അതുപോലെ ക്ലോസറ്റൊക്കെ ഉണ്ടല്ലോ, അതും ടബുകളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഉജാല ഡൈല്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തേച്ച് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ വെള്ളം ഒഴിച്ച് കഴുകി കളയാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഞാൻ വാഷ് ബേസിൻ കഴുകിയെടുത്തിട്ടുണ്ട്. അതിലെ ടാപ്പുകളായാലും നന്നായിട്ട് തന്നെ ഇതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ വെള്ളം കോരി ഒഴിച്ച് കുളിക്കുന്ന ബാത്ത് ടബുകളാകട്ടെ, അവിടെയൊക്കെ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഇരുമ്പിൻ്റെ അംശം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഴൽ കിണർ വെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും മഞ്ഞക്കുറയൊക്കെ പറ്റിപ്പിടിച്ച് വൃത്തികേടായിരിക്കും. അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഉജാല കൊണ്ട് എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ബാത്ത് ടബ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിനും നല്ലപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ക്ലോസറ്റും നല്ല വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ തന്നെ ഞാനിത് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് ഉജാല. ഒരു 2 തുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാത്റൂം മൊത്തത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും വെട്ടിത്തിളങ്ങുന്ന രീതിയിലാക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഡെയിലി ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ കറയും മഞ്ഞക്കറയും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഒത്തിരി നാൾ പുതുപുത്തനായിട്ട് നമുക്ക് ബാത്റൂമൊക്കെ സൂക്ഷിക്കാനായിട്ട് കഴിയും. ഇതേപോലെ തന്നെ നമുക്ക് ബാത്റൂമിലുള്ള ടൈലുകളാവട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, പ്ലാസ്റ്റിക് കപ്പുകൾ, മഗ്ഗുകൾ, ബക്കറ്റുകൾ എല്ലാം തന്നെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് തേച്ച് കഴുകി വൃത്തിയാക്കാവുന്നതാണ് കേട്ടോ. ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. സാധാരണയായി നമ്മുടെ കിച്ചണിലൊക്കെ നമ്മൾ ഉപയോഗിക്കാതെ കുറച്ച് നാൾ മാറ്റി വയ്ക്കുന്ന പാത്രങ്ങളിൽ പൊട്ടുകുത്തൊക്കെ വരാറുണ്ട്, ചിലപ്പോൾ തുരുമ്പെടുക്കാറുണ്ട് ഇല്ലേ. ഇനി ആ തുരുമ്പെടുത്ത പാത്രങ്ങളൊക്കെ നമുക്ക് വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് വാങ്ങുന്ന സൊല്യൂഷൻ ഒന്നും ഇല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതും ഒരുപാട് തുരുമ്പെടുത്ത പാത്രങ്ങളായാലും നമുക്ക് വെട്ടിത്തിളങ്ങുന്ന രീതിയിലാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പഴയ പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ സൊല്യൂഷന് ആവശ്യമായിട്ടുള്ള വെള്ളം, ചെറു ചൂടുവെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാൻ ലിക്വിഡ് സോപ്പ്, ഡിഷ് വാഷ് ലിക്വിഡ് ഒരു 2 തുള്ളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 തുള്ളി തന്നെ ഉജാല ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു നാരങ്ങയുടെ നീരുള്ള തൊണ്ടാണ് കേട്ടോ, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് 2-3 ദിവസം ഉപയോഗിക്കുന്ന രീതിയിൽ കുറച്ചധികം ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രങ്ങളൊക്കെ, എണ്ണമയമൊക്കെ പറ്റി പിടിച്ച പാത്രങ്ങളാകട്ടെ, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ നമുക്ക് കറയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് എന്നും സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ.
ഞാനിവിടെ സെറാമിക് കപ്പുകളാണ് എടുത്തിരിക്കുന്നത്. ബൗളും കപ്പും എടുത്തിട്ടുണ്ട്. സാധാരണ ചായയൊക്കെ കുടിക്കുന്ന കപ്പുകളാകുമ്പോൾ അതിൻ്റെ ആ ഉള്ളിലുള്ള അരികിലൊക്കെ ചായക്കറയൊക്കെ പറ്റി പിടിച്ച് നിറം മങ്ങിയിരിക്കാറുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടിഭാഗമായാലും നമുക്ക് ആ നിറം മങ്ങിയിരിക്കുന്നതൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷനിൽ മുക്കി വെച്ച് വെറുതെ കൈ കൊണ്ട് തന്നെ കഴുകിക്കളയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഴുക്കും ആ ഒരു കളറും ഒക്കെ മങ്ങിയതൊക്കെ മാറി നല്ല വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാം കേട്ടോ. അപ്പം ഞാനിത് ഇവിടെ നാരങ്ങ ആ ഒരു തൊണ്ട് വെച്ച് ഉരച്ചൊക്കെ കളയുന്നുണ്ട്. അപ്പോൾ തന്നെ നല്ല റിസൾട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ചായ എടുക്കുന്ന അരിപ്പപാത്രം ഉണ്ടല്ലോ, അതൊക്കെ ചായക്കറയൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് കറുത്തിരിക്കുന്ന ചായ അരിപ്പയാണെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു സൊല്യൂഷനിലൊന്ന് മുക്കി വെച്ചിട്ട് നമുക്കൊരു സ്ക്രബ്ബർ ഉപയോഗിച്ച് അതൊന്ന് കഴുകി കളയുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ചായക്കറയെല്ലാം പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നതാണ്. അതുപോലെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ കറിയൊക്കെ എടുത്ത് നെയ്യിൻ്റെ അംശവും വെളിച്ചെണ്ണ എണ്ണയുടെയൊക്കെ അംശമുള്ള പാത്രങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സൊല്യൂഷനിൽ മുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അതുപോലെ വെട്ടിത്തിളങ്ങുന്ന പാത്രങ്ങളാക്കി മാറ്റാനും കഴിയുന്നതാണ് കേട്ടോ. അപ്പം ഞാനെടുത്ത സൊല്യൂഷൻ എടുത്ത ഈ ഒരു പാത്രം കണ്ടില്ലേ, അതിൻ്റെ താഴെ തുരുമ്പ് പോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കളയുകയാണെങ്കിൽ അതെല്ലാം പോയിട്ടുണ്ടാവും കേട്ടോ. ഇതേ സൊല്യൂഷൻ ഉപയോഗിച്ച് നമ്മുടെ തറയിലൊക്കെ പറ്റി പിടിച്ചിട്ടുള്ള കടുത്ത കറകളൊക്കെ ഇല്ലേ, ഗ്യാസ് സിലിണ്ടറൊക്കെ വെച്ചിട്ട് തുരുമ്പിൻ്റെയൊക്കെ കറ ഉണ്ടാവില്ലേ, ഇരുമ്പിൻ്റെയൊക്കെ കറ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷനിൽ മുക്കിയിട്ടുള്ള ഒരു കോട്ടൺ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. കോട്ടൺ തന്നെ വേണമെന്നില്ല, ഒരു ടിഷ്യൂ ആയാലും മതി. ഇല്ല എന്നുണ്ടെങ്കിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന നാപ്കിൻ ആയാലും ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ആ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് തറയിലുള്ള കടുത്ത കറകളെല്ലാം തന്നെ തേച്ചൊരച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതേ സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് എത്ര കഠിനമായിട്ടുള്ള അഴുക്കുള്ള കിച്ചൺ സിങ്കും നിഷ്പ്രയാസം വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി സൊല്യൂഷൻ ഞാൻ സിങ്കിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പഴയ സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള അഴുക്കുകളും പാടുകളൊക്കെ പോയിട്ട് പെട്ടെന്ന് തന്നെ അത് വൃത്തിയായി കിട്ടുന്നതാണ് കേട്ടോ. കിച്ചൺ സിങ്കിലുള്ള ടാപ്പുകളും അതുപോലെ തുരുമ്പ് പിടിച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ടാപ്പുകളെല്ലാം തന്നെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് കിച്ചണിലുള്ള ടൈലുകളൊക്കെ ഉണ്ടല്ലോ, അതും നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. ഈ ഒരു സൊല്യൂഷൻ തന്നെ മതിയാവുന്നതാണ്. നമുക്ക് കിച്ചൺ സിങ്കിനടുത്തുള്ള ടൈലുകളൊക്കെ അഴുക്കൊക്കെ പിടിച്ചിട്ട് എപ്പോഴും വൃത്തികേടായിരിക്കും. അപ്പോൾ അത് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ആ ഒരു സൊല്യൂഷൻ ആയാലും പഴയൊരു സ്ക്രബ്ബർ എടുത്ത് ഇതുപോലെ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നും എപ്പോഴും കിച്ചണും വെട്ടിത്തിളങ്ങുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് അല്ലെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ വെറും 2 തുള്ളി ഉജാല കൊണ്ടാണ് ഞാനിവിടെ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു ക്ലീനിങ് ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ. ഇതേ രീതിയിൽ തന്നെ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന കറുത്ത കരി പിടിച്ച അഴുക്കുകളൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. അധികം ആയാസപ്പെടാതെ ഒട്ടും തന്നെ പൈസ ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഒത്തിരി പൈസയൊക്കെ കൊടുത്ത് ഇനി സൊല്യൂഷൻ വാങ്ങി കയ്യിലെ കാശൊന്നും കളയണ്ട. എളുപ്പത്തിൽ അടുക്കളയിലാവട്ടെ ബാത്റൂമിലാവട്ടെ അങ്ങനെ വീട് മൊത്തം വൃത്തിയാക്കാനുള്ള ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.